മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി, എങ്ങും അതിരുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ. ഒത്തിരി മോഹം എന്നും മുത്തശ്ശി കഥ കേട്ടുറങ്ങ. ഒത്തിരി മോഹം മുത്തശ്ശി കഥ കേട്ടുറങ്ങ. എനിക്ക് വീടുമതി, നാടിൻ നന്മ മതി, പഴമയ്ക്ക് കൂട്ടായി ഞാനും എന്നും അറിയാതെ പറയാതെ സ്വപ്നങ്ങളിൽ വന്നണയും സഖി. നിൻ മനസ്സും മതി. ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി, എങ്ങും അതിരുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി. ഒത്തിരി Characters: Mother Raccoon, Chester Raccoon, and some animals. It was a beautiful night in the forest. Chester was tensioned. Tomorrow is first day of school. We didn't want to go to school. Mom, I don't want to go to school. I want to stay home with you. I want to play with my toys. Chester, I know you are tension, but school is a wonderful place. I will learn so many things. I know a wonderful secret that will help you. A secret? What kind of secret? What is it, Mom? It's called the kissing hand. Let me show you. Now, whenever you feel the wrong way and need a little love from home, just press your hand to your cheek and think, Mummy loves you. Mummy loves you. I can feel your love now. The next day, Chester walked to school with his mother, feeling a little brave. As they reached the school, Chester watched other animals. Good morning, children. Good morning, teacher. Sit down. Can I come in, miss? Yes, welcome. Please sit down. We are so happy. Let's introduce ourselves. Hello, I am a squirrel. I am Kappi. Hi, I am Deer. Hi, I am Kitty. Hi, I am giraffe. Hi, I am Bee. Hi, I am Owl. Fox. Hi, I am Cow. I am Cat. Hi, I am Dog. Hi, I am Honey. Hi, I
വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളിലെ നർമ്മം കലർന്ന പ്രയോഗങ്ങളും ബഷീറിന്റെ തനത് പദങ്ങളും ഉയർത്തിക്കാണിച്ച് പളങ്കൂസൻ പ്രദക്ഷിണം എന്ന പേരിൽ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദി ബഷീറിയൻ പദയാത്ര സംഘടിപ്പിച്ചു. ഇരിക്കൂർ ഉപജില്ലാ വിദ്യാരംഗം കോർഡിനേറ്റർ കെ.പി. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് കെ. അബ്ദുള്ള ഹാജി പദയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. അർത്ഥമില്ലെന്ന് തോന്നുന്ന ശബ്ദങ്ങളിലൂടെ ഹാസ്യത്തിന്റെ പൊടിപ്പുകളുണ്ടാക്കിയ ബഷീറിന്റെ കുണ്ട്രപ്രി, ബുസാട്ടോ, ഡ്രങ്ക് ഡിങ്കാഹോ, ഹുലി ഹലി, യോ ഹുലി, ഹുലാലോ, ഹൻ ദോന്തു തുടങ്ങിയ 50ഓളം പദങ്ങളാണ് പദയാത്രയിൽ പരിചയപ്പെട്ടത്. നർമ്മത്തിനകത്തെ ദുഃഖത്തിന്റെ മുഴക്കവും ആഴവും വ്യക്തമാക്കുന്ന സോദാഹരണ ക്ലാസും ബഷീർ പുസ്തക ആസ്വാദന സദസ്സും ഇതിന്റെ ഭാഗമായി നടന്നു. മദർ PTA പ്രസിഡന്റ് പ്രീത ശിവദാസ്, സീനിയർ അസിസ്റ്റന്റ് AC റുബീന, CK നിഷറാണി, GS നിസ, VV സുനേഷ്, T വത്സലൻ, CC ഷബാന, CA രശ്മി, AK ശ്രീലേഷ്, KV ദിവ്യ എന്നിവർ സംസാരിച്ചു. സാഹിത്യത്തെ ഏറ്റവും കൂടുതൽ ലളിതവൽക്കരിച്ച ജനകീയമാക്കിയ ഒരു കഥാകൃത്താണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ തൂലിക യഥാർത്ഥത്തിൽ നമുക്കൊക്കെ മനസ്സിലാകുന്നത് പോലെ ഏറെ എളുപ്പത്തിൽ മനസ്സിലേക്ക് കടന്നു കയറുന്ന സാധാരണക്കാരൻ്റെ ഭാഷയും സാധാരണ പരിസരങ്ങളുമാണ് എന്നതാണ് പ്രത്യേകത. രാമനാഥന് തോട്ടമുണ്ട് ആറടിപ്പൊക്കത്തില്, തോട്ടത്തിലൊരു മതിലുമുണ്ട് ആറടിപ്പൊക്കത്തില്, ആ മതിലും നല്ലൊരു നായയുണ്ട് ആറടിപ്പൊക്കത്തില്. എന്താ നായേ? എന്താ നായേ? എന്താ നായേ? രാമനാഥന് തോട്ടമുണ്ട് ആറടിപ്പൊക്കത്തില്, ആ തോട്ടത്തിലൊരു മതിലുമുണ്ട് ആറടിപ്പൊക്കത്തില്, മതിലും ഒരു കോഴിയുണ്ട് ആറടിപ്പൊക്കത്തില്. എന്താ കോഴി? കൊക്കരക്കോ? എന്താ കോഴി? എന്താ കോഴി? എന്തടാ കോഴി? രാമനാഥന് തോട്ടമുണ്ട് ആറടിപ്പൊക്കത്തില്, ആ തോട്ടത്തിലൊരു മതിലുമുണ്ട് ആറടിപ്പൊക്കത്തില്, ആ മതിലും നല്ലൊരു കുറുക്കനുണ്ട് ആറടിപ്പൊക്കത്തില്, ആ മതിലും നല്ലൊരു കുറുക്കനുണ്ട് ആറടിപ്പൊക്കത്തില്. എന്താ കുറുക്ക? എന്താ കുറുക്ക? എന്താ കുറുക്ക? എന്താ കുറുക്ക? രാമനാഥന് തോട്ടമുണ്ട് ആറടിപ്പൊക്കത്തില്, തോട്ടത്തിലൊരു മതിലുമുണ്ട് ആറടിപ്പൊക്കത്തില്, ആ മതിലിനൊരു കാക്കയുണ്ട് ആറടിപ്പൊക്കത്തില്. എന്താ കാക്കേ? എന്താ കാക്കേ? എന്തടാ കാക്കേ? രാമനാഥന് തോട്ടമുണ്ട് ആറടിപ്പൊക്കത്തില്, ആ തോട്ടത്തിലൊരു മതിലുമുണ്ട് ആറടിപ്പൊക്കത്തില്, ആ മതിലും നല്ലൊരു ആടുമുണ്ട് ആറടിപ്പൊക്കത്തില്. എന്താ ആട്? എന്താ ആട്? എന്തടാ ആട്? ഓക്കെ, പാകിസ്ഥാനോ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കണ്ണൂർ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീനന്ദ സിയാണ് അടുത്ത ഒരു ചോദ്യം. ശ്രീനന്ദ ചോദിച്ചോളൂ. നമസ്കാരം സാർ. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ കണ്ണൂരിലെ ഇരിക്കൂറിനടുത്ത് കല്യാട് പുതുതായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ സാധ്യതകള് ആയുർവേദത്തിന്റെ ടൂറിസം രംഗത്തും അതുപോലെ ആ മേഖലയിലെ വിദ്യാഭ്യാസ രംഗത്തും
അറിഞ്ഞുകൂടെ? ഉദാഹരണത്തിന് ഞങ്ങളുടെ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുറച്ചേറെ മലഞ്ചെരുവ് പോലുള്ള സ്ഥലങ്ങൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഔഷധങ്ങളുടെയും നാട്ടാളുകളുടെയും ഒക്കെ ഒരു കേന്ദ്രമാക്കി വളർത്തിയെടുക്കാൻ സാധിക്കും. പറഞ്ഞിട്ടുള്ളതൊരു നല്ല നേതാവ് നമ്മുടെ സ്വന്തം നേതാവ് ജനങ്ങളുടെ പൊന്നാവ് ചുവരെഴുതിയ മുന്നേറ്റം മുന്നണി തമ്മിൽ പോരാട്ടം വാക്കേറ്റം കുട്ടിന് വേണ്ടി വെട്ടോട്ടം. അത് ടൂറിസം മേഖലയിൽ ഒരു ഡെസ്റ്റിനേഷനാക്കി മാറ്റി അതിന്റെ ഭാഗമായി കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിലും ഇന്ത്യയുടെ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്കും കേരളത്തിലുള്ള തന്നെ മറ്റ് പല ജില്ലകളിലുള്ളവർക്കൊക്കെ വരാവുന്ന രീതിയിലേക്ക് വെൽനസ് ടൂറിസത്തിന്റെ സാധ്യതകളെ തീർച്ചയായും ഉപയോഗപ്പെടുത്താം. അത് നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ നിശ്ചയിച്ച കാര്യമാണ്. അപ്പോൾ പിന്നെ പുതിയൊരു ആലോചനയുടെ ആവശ്യമില്ല. അത് നമ്മുടെ വിദ്യാലയങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുത്താം. ശ്രീനന്ദ മികച്ച ആശയമാണ് ഉയർത്തിയത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് സ്കൂളിൽ ഔഷധ സസ്യങ്ങളൊക്കെ ഉള്ള ഒരു ഗവേഷണ കേന്ദ്രം എന്നത് തീർച്ചയായും നമുക്ക് തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഔഷധ സസ്യ ഉദ്യാനം ആദ്യം വളർത്തിയെടുക്കുക, അതിനുശേഷം ഇവിടെ ശ്രീനന്ദ പറഞ്ഞ ഗവേഷണ കേന്ദ്രത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഓക്കെ സാർ, താങ്ക് യു.